ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു PK കപ്പിൾസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു ഗൈസ്. അപ്പം നമ്മൾ നിൽക്കുന്ന സ്ഥലം ഇന്ന് വേറെയാണ്. എൻ്റെ വീടോ പണിക്കാട്ടിൻ്റെ വീടോ അല്ല. നമ്മളിന്ന് ടൂർ വന്നിരിക്കുകയാണ്. ശേഷിയുടെ വീഡിയോ എല്ലാവരും കണ്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മൾ വെള്ളിയാഴ്ച രാത്രി എത്തിയതാണ്. അപ്പോൾ ഇന്നലെ ഇവിടെ ഉണ്ടായിരുന്നു. ഫുൾ കറക്കൊക്കെ ആയിരുന്നു. മറ്റേ ലേക്കും കാര്യങ്ങളൊക്കെ കണ്ടു, ട്രക്കിംഗ് ഒക്കെ പോയി. ഇതേ തിരിച്ച് നമ്മൾ ഇന്നലെ റിസോർട്ടിലെത്തി, ഉറങ്ങി എണീറ്റു. ഇനി നമ്മൾ ഇവിടെ നിന്ന് തിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ പോണ വഴി നമുക്ക് വേറെ കുറച്ച് പ്ലാനും കൂടിയൊക്കെ ഉണ്ട്. അവർ പറഞ്ഞു മൂന്നാർ വഴി കയറിയിട്ടൊക്കെ പോകണം എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ ഞാൻ പറഞ്ഞു കമ്പന്തീനി ആ സ്ഥലം എന്തായാലും എനിക്ക് പോയി കാണണം. കാരണം ഞാൻ ഒരുപാട് പേരുടെ സ്റ്റാറ്റസൊക്കെ കാണണം, മുന്തിരിയൊക്കെ പിടിച്ച് ഫോട്ടോ കാണുമ്പോൾ വിചാരിക്കും പക്ഷേ എനിക്കും പോകണം, നല്ല രസമായിരിക്കുമല്ലോ. അപ്പോൾ റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ട് ചേട്ടന്മാർ കൊണ്ടുപോയാൽ നമുക്ക് എന്തായാലും പോകാം ഗൈസ്. അതിപ്പോൾ സമയം 7:30 ആയിട്ടുള്ളൂ കേട്ടോ. ഞാൻ നേരത്തെ എണീറ്റു, 6:45 എപ്പോഴും എണീറ്റു. അതിന് എണീറ്റുകൊണ്ട് ഞാൻ എണീറ്റ് കുളിച്ചു. കാര്യങ്ങളൊക്കെ കുളിക്കാത്തതാണ് പതിവായിട്ട്, പക്ഷേങ്കിൽ ഇന്ന് കുളിച്ചു. അപ്പോൾ പിന്നെന്താ, ഇനിയിപ്പോൾ കുറച്ചൊരു 9 മണിയൊക്കെ ആകുമ്പോഴേക്കും നമ്മളിവിടുന്ന് ഇറങ്ങും. കുറേ സാധനങ്ങൾ എടുത്തു വയ്ക്കാനുണ്ട്. നല്ല കിടന്നപ്പം മറ്റേ ക്യാമ്പ് ഫയറൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ കിടന്നപ്പോൾ കുറച്ച് ലേറ്റായി. അതുകൊണ്ട് ഡ്രസ്സും കാര്യങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ട് വേണം കിടക്കണമെങ്കിലും. ഇവിടെ വെയിൽ ഉദിച്ചു തുടങ്ങിയിട്ടുണ്ടെങ്കിൽ കുറച്ച് ചൂട് വരും. പക്ഷേങ്കിലും അപ്പോഴും ഒരു 2 മണിയൊക്കെ ആകുമ്പോഴേക്കും വേഗം മഞ്ഞ് തുടങ്ങുന്നുണ്ടോ. അതായത് ഇന്നലൊന്നും ഒട്ടും ഫുഡൊന്നും പുറത്തുനിന്ന് കഴിക്കാനേ പറ്റില്ല, നല്ല മഞ്ഞായിരുന്നു. ഞങ്ങൾ വന്ന ദിവസമാണെങ്കിൽ പറയണ്ട, അതായത് ഉള്ളിൽ നിന്ന് കിളി പറന്നു എന്ന് പറയില്ല, അതേപോലെ ആയിരുന്നു. ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇപ്പോൾ ഇങ്ങനെ ടൂറൊക്കെ പോയിട്ട് ഇത്രയും മഞ്ഞിങ്ങനെ എന്താ പറയുക കിടുങ്ങുന്നത്, അതായത് വായൊക്കെ ഇടുക്കിയായിരുന്നു. അതിന് വന്ന ദിവസം ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അതിന് അവരെ തണുപ്പ് പറ്റാണ്ട് കുറച്ച് കരച്ചിലൊക്കെ ആയിരുന്നു. സംഭവം പെട്ടെന്ന് ഞങ്ങൾക്ക് മനസ്സിലായില്ല. പിന്നെ സെറ്ററും കാര്യങ്ങളും സോക്സൊക്കെ ഇടിച്ച് സെറ്റായി കുട്ടി ഫ്രീസായിട്ട് അതിൻ്റെ ഉള്ളിൽ തന്നെ ഇരിക്കുകയായിരുന്നു. അപ്പുറത്തെ കോട്ടേജിലാണ് ചേട്ടന്മാരൊക്കെ. അവിടെ അല്ലൂസും നിഖിൽ ചേട്ടനും ചിക്കും ഉണ്ട്, ചേട്ടനും പാർക്കുട്ടനും. അപ്പോൾ അവിടെ ഞാനും അഞ്ചു ചേച്ചിയും അതും പിന്നെ നമ്മുടെ മറ്റുള്ള 3 ചെക്കന്മാരും ഇവിടെ ഉണ്ട് കേട്ടോ. എന്തായാലും പതുക്കെ ഇനി കാര്യങ്ങളൊക്കെ നീങ്ങാൻ ശ്രമിക്കട്ടെ. ഒരു 9 മണിയൊക്കെ ആകുമ്പോൾ ഇറങ്ങണം എന്നാണ് പറഞ്ഞത്. അപ്പോൾ എൻ്റെ കാര്യമൊക്കെ കഴിഞ്ഞു. അല്ലൂസും കൂടി വന്നിട്ടുണ്ടെങ്കിൽ അവനെ റെഡിയാക്കണം. കാശിക്കുട്ടൻ കുളിക്കാൻ റെഡി ആയിട്ടുണ്ട്. നമ്മുടെ എബിമോളാണെങ്കിൽ കുളിക്കാൻ റെഡി ആയിട്ടുണ്ട്. അവരെല്ലാവരും പുള്ളിലെ സെറ്റാണ് ഗൈസ്. നമ്മൾ കൊടൈക്കനാലിലുള്ള നോവ ക്രസ്റ്റ് റിസോർട്ടിലാട്ടോ വന്നിട്ടുള്ളത്. ഇവിടുത്തെ അടിപൊളി വ്യൂസാണ്. പ്ലേസും എന്താ പറയുക ഭയങ്കര രസമാണ്. നമ്മൾ എണീറ്റ് വരുമ്പോൾ തന്നെ അതിമനോഹരമായ കാഴ്ചകളൊക്കെയാണ്. സൂര്യോദയമൊക്കെ നമ്മൾ കണ്ട്, ഞാൻ ഫസ്റ്റ് ടൈമാണ് ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇത്ര ഭംഗിയിൽ സൂര്യോദയമൊക്കെ കാണുന്നത്. അതേപോലെ തന്നെ ഇവിടെ റൂമിൽ റിമോട്ടിൽ വർക്ക് ചെയ്യണ കർട്ടനാണുള്ളത്. അപ്പോൾ നമ്മൾ എണീറ്റ് റൂമിൽ തന്നെ വെച്ചിട്ട് റിമോട്ടുമ്മ പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ കർട്ടൻ ഇങ്ങനെ നീങ്ങും. അപ്പോൾ കറക്റ്റായിട്ട് നമുക്ക് സൂര്യോദയം കാണാൻ പറ്റും. ഇതൊക്കെ ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ട് കാണുന്ന സംഭവമാണ്. എന്തായാലും അടിപൊളി ഒരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു ഇവിടെ എത്തിയതും ഇവിടുത്തെ സ്ഥലങ്ങളൊക്കെ കാണാൻ പറ്റിയതും. അതിലുപരി ഞങ്ങളെല്ലാവരും കൂടി ആയപ്പോൾ നല്ലൊരു വൈബായി. ഞങ്ങൾക്ക് പറ്റിയ റിസോർട്ട് തന്നെ കിട്ടി. തോട്ടത്തിൽ ആന കയറിയ പോലെ. ഞങ്ങളുടെ അപ്പുറത്തെ റൂം കാലിയാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇല്ലാതെ ഇവിടെ തന്നെയാണ്. നമുക്ക് ഇവിടുത്തെ ഒരു വ്യൂ കാണിച്ചു തരാം. കിത്തു റിമോട്ട് എവിടെ? കാണിച്ചു തരാം ഇവിടുത്തെ ഒരു ആംബിയൻസ് എന്താണ്. നല്ല നൈസായിട്ട് ചെയ്ത്. അലുട്ടനും അച്ഛനും ഇന്നലെ ഇവിടെയായിട്ട് കിടന്നത്. ഞങ്ങൾ അപ്പുറത്താണ് കിടന്നത്. നമുക്ക് നോക്കാം എന്താ ഇവിടെ. അല്ലിമോനെ ഉറങ്ങിയില്ലേ? ചെണ്ടാമരേ, അമ്മയുടെ കുഞ്ഞു ചെണ്ടാമരേ. പട്ടി ഏടാ മതിടാ. ഞങ്ങൾക്ക് പുള്ളിയൊക്കെ കഴിഞ്ഞു കേട്ടാ. അപ്പിയൊക്കെ ഇട്ടു പാലൊക്കെ കുടിച്ചു. അല്ലേ ചേച്ചിനെ വിളിക്കല്ലേ പ്ലീസ്. അല്ലി പ്ലീസ് ചേച്ചിനെ വിളിക്ക് പ്ലീസ്. അല്ലി വിളിക്കവല്ലേ.
ഇവിടെ കിടന്ന് നമ്മുടെ ചിക്കും അല്ലും നിഖിൽ ചേട്ടനും നിതീഷ് ചേട്ടനും പാറൂസാണ് കേട്ടോ. അപ്പോൾ കട്ടിൽമ കിടന്നത് നമ്മുടെ പാറുക്കുട്ടിയും അല്ലൂസും നിഖിൽ ചേട്ടനും നിതീഷ് ചേട്ടനാണ്. അപ്പോൾ ഇന്നലെ പാറൂസിന് കുറച്ച് അടച്ചിൽ കൂടുതലായിരുന്നു പറഞ്ഞു. അവൾ ഓരോ തവണ എണീക്കുമ്പോൾ നമ്മൾ അല്ലൂസും കൂടെ എണീക്കും. എന്നിട്ട് അവൾ പെട്ടെന്ന് തന്നെ കിടന്ന് ഉറങ്ങും. അല്ലൂസിൻ്റെ അടുത്ത് തന്നെ നടന്ന് പാടിയിട്ടായിരുന്നു നിഖിൽ ചേട്ടൻ ഉറക്കിയത്. അതുകൊണ്ട് ഒരുപോലെ കണ്ണടയ്ക്കാൻ പറ്റില്ല എന്നിട്ട്, അതായത് അവൾ സ്വപ്നം കണ്ട് എണീക്കുന്നതാണ്. നമ്മുടെ പിള്ളേരാണെങ്കിൽ ഏതെങ്കിലും ഒരു ഒച്ച കേൾക്കാൻ വേണ്ടി കാത്തു നിൽക്കുക. കാരണം ഉറക്കത്തിൽ നിന്ന് ഉണർന്ന് അച്ഛനും അമ്മയ്ക്കും പണി തരാൻ വേണ്ടിയിട്ട്. അവരിപ്പോഴും ആ ഒരു ഉറക്കം ശരിയായിട്ടില്ല. അതുകൊണ്ടാണ് ഈ ഒരു ആലസ്യം, എപ്പോഴും ഉണ്ടായ ഒരു ആലസ്യം കേട്ടോ. അല്ലുകുട്ടനെ നീൽച്ചേനോട് സെറ്റാക്കാൻ പറഞ്ഞിട്ടുണ്ട്. നീൽച്ചേട്ടൻ കുളിപ്പിക്കുമ്പോൾ അവനെയും കുളിപ്പിച്ചോളാൻ പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഇങ്ങോട്ട് പോകുന്നു. അപ്പം ഞാൻ വേഗം മേക്കപ്പും ഡ്രസ്സൊക്കെ ഇടൽ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാ പരിപാടിയും കഴിഞ്ഞു എന്ന് തന്നെ പറയാം. ഇന്നലെ തന്നെ ഡ്രസ്സും സാധനങ്ങളൊക്കെ ഏകദേശം എടുത്തു വെച്ചിട്ടുണ്ട്. പിന്നെ ഇന്ന് പോകുമ്പോൾ ഇടാനുള്ള കുറച്ച് സാധനങ്ങളൊക്കെ മാത്രം ബാക്കിയുള്ളൂ കേട്ടോ. പിന്നെ അധികം ഞങ്ങൾ വലുതായിട്ടൊന്നും കൊണ്ടുപോവുകയും ചെയ്തിരുന്നില്ല. ഹെയർ മാമിക്ക് വലിയ ഹെയർ നോക്കട്ടെ. മാമ ആദ്യം കണ്ണെഴുതാനാ പോണേട്ടാ. വാലിട്ട് മാമ എൻ്റെ മേക്കപ്പ് കഴിഞ്ഞപ്പോൾ ഞാൻ പിള്ളേരെ മേക്കപ്പ് ആയിരുന്നു കേട്ടോ. അപ്പം ഇവള് ഞാൻ ലിപ്സ്റ്റിക്കും കണ്ണൊക്കെ എഴുതുമ്പോൾ അങ്ങനെ നോക്കി നിൽക്കായിരുന്നു. അപ്പം നേരെ ഞാൻ അവളെ പിടിച്ച് കണ്ണൊക്കെ എഴുതിപ്പിച്ചു. ലിപ്സ്റ്റിക്ക് ഇട്ടേന്ന് ചോദിച്ചിട്ടാണ് ഇട്ടത്. അപ്പോൾ അതിനും ചിക്കുനും കുഴപ്പമുണ്ടായില്ല, ചെറുതായിട്ടല്ലേ. ഇടയ്ക്കൊക്കെ പോകുമ്പോൾ പാറു ചേച്ചി ഇടുന്ന കണ്ടിട്ട് മൂപ്പർക്ക് ഇടുന്നൊക്കെ പറഞ്ഞിരുന്നു. എന്തോ ഭാഗ്യത്തിന് കണ്ണ് എഴുതാനൊക്കെ നിന്നിട്ടോ. നമ്മുടെ പാറുമോൾക്കാണെങ്കിൽ കണ്ണ് എഴുതുന്നത് ഒട്ടും ഇഷ്ടമല്ല. പക്ഷേ എവിലൂന് എഴുതി കൊടുക്കണ കണ്ടപ്പോൾ മൂപ്പർക്കും വേണം മാം എഴുതി തരുന്നൊക്കെ പറഞ്ഞ് അവൾക്ക് എഴുതി കൊടുത്തു. അത് കഴിഞ്ഞ് നമ്മുടെ കാശുകൂട്ടനെ മേലേൽപ്പിച്ച് വിട്ടിട്ടുണ്ടായിരുന്നു. അവനത് ഡ്രസ്സൊക്കെ ഇടിപ്പിച്ച് കൊടുക്കുകയാണ്. നമ്മുടെ ചെക്കന്മാർ പുറത്താണ് കേട്ടോ. ഐനൂസിന് ആ സെറ്റർ തന്നെയാണ് ഇടിപ്പിച്ച് കൊടുക്കുന്നത്. അല്ലുക്കുട്ടന് കുളിച്ച് വന്നിട്ടില്ല, അച്ഛൻ്റെ കൂടെ കുളിക്കാൻ നിൽക്കുകയാണ്. പിന്നെ അവനും ഒന്ന് സെറ്റാക്കണം. അവന് അച്ഛനായാലും അമ്മയിലും ആരെങ്കിലും സെറ്റാക്കി കൊടുത്താൽ മതി, ഇന്നോര് വേണമെന്നൊന്നുമില്ല കേട്ടോ. അപ്പോൾ എല്ലാതും കഴിഞ്ഞു. അവസാനത്തെ നമ്മുടെ നിഖിൽ ചേട്ടൻ്റെ ഒരു റീചെക്കിംഗ് ആണ് നടന്നുകൊണ്ടിരിക്കുന്നത്. കാരണം ഞങ്ങൾ നന്നായിട്ട് വിശ്വാസം ഉള്ളതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ ഇവിടെ മറന്നു വയ്ക്കുന്നത് നല്ല ഉറപ്പാണ്. അപ്പോൾ അതൊന്ന് ചെക്ക് ചെയ്യാണ്. പുറത്തേക്ക് വന്ന് നോക്കിയപ്പോഴാണ് അഞ്ചു ചേച്ചി ഇവിടെ ഭയങ്കര ഗെറ്റ് റെഡി വിത്ത് മീലാട്ടോ. അപ്പോൾ ഈ ഒരു ടോപ്പ് ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ടുള്ള ഗെറ്റ് റെഡി വിത്ത് മീയാണ്. അതിൻ്റെ സൈഡിലായിട്ടാണ് നിഖിൽ ചേട്ടൻ ഇന്ന് പല്ലേക്കുന്നത്. ആരെങ്കിലും അറിയുന്നുണ്ടോ നിങ്ങൾ? ആ കണ്ണാടി കൂടെ ചേച്ചിയുടെ ഗെറ്റ് റെഡി വിത്ത് മീ മാത്രമാണ്. പക്ഷേ എനിക്ക് ഇപ്പുറത്തെ സൈഡിൽ നിന്നിട്ടാണ് പല്ലും തേക്കുന്നുണ്ട്. എനിക്ക് വയ്യ. അപ്പോൾ അതേ ഷൂസ് ഇടാൻ പോവാം കേട്ടോ. അപ്പോൾ നിങ്ങൾ ചോദിക്കും ഷൂസ് നിഖിൽ ചേട്ടൻ തന്നെ ഇട്ടുതരുന്നത്. വേറെ ഒന്നല്ല, ഞാൻ ഈ ഷൂസ് വാങ്ങിച്ചപ്പോൾ ശരിക്കും എൻ്റെ സൈസിൽ നിന്ന് ഒരു സൈസ് കൂടുതലാണ് വാങ്ങിച്ചത്. എന്നിട്ട് അത് ഇന്നലെ ഇട്ട് ഫുള്ള് ഇട്ട് നടന്നു. ഇന്നലേക്ക് ആയപ്പോഴേക്കും ഭയങ്കര ടൈറ്റായി. ചെറുവിരലും നമ്മുടെ തള്ളവിരലും ഭയങ്കരമായിട്ട് പൊട്ടാൻ തുടങ്ങിയിട്ടുണ്ട്. അത് പൊട്ടിച്ചോരൊന്നും വരുന്നില്ല, പക്ഷേങ്കിൽ ഒരഞ്ഞൊരഞ്ഞ് ഇത് തീർത്തിട്ടുണ്ട്. അതുകൊണ്ട് ഒരു അടി പോലും വയ്ക്കാൻ പറ്റുന്നില്ല. പക്ഷേങ്കിൽ സ്റ്റൈൽ കാണിക്കാൻ വേണ്ടിയിട്ട് ഈ പാൻറ്റിൻ്റെ കൂടി ഇടുന്നതേ ഉള്ളൂ. മറ്റേത് എൻ്റെ കയ്യിലുള്ള സാധാ ഫ്ലാറ്റ് ചെരുപ്പാണ്. അപ്പോൾ ഇത് ഇട്ടിട്ടൊരു സുഖമില്ല. പാൻറ്റും ടോപ്പും മുഖമൊക്കെ എന്താ പറയുക പൊട്ടിയടിച്ചൊക്കെ വെച്ചിട്ടുണ്ട്. ചെരുപ്പ് മാത്രം ഭയങ്കര സിമ്പിളാവില്ലെന്ന് വിചാരിച്ചു. എന്തും സഹിച്ചാൽ ഷൂസ് കുറച്ച് നേരം ഇടാമെന്ന് വിചാരിച്ചു. നമ്മൾ ഫസ്റ്റ് പോണത് ഗുണാക്കേവിക്കാണ് പോണത്. അപ്പോൾ അവിടെ എത്തിയിട്ട് എങ്ങനെയുണ്ടെന്ന് നോക്കിയിട്ട് ഊരിടാന്ന് വെച്ചിട്ട് നിൽക്കുകയാണ് കേട്ടോ. അപ്പം ഞാൻ റെഡി ആയി കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ എപ്പോഴേ റെഡി ആയി കഴിഞ്ഞു. ഫുഡ് വരാൻ വേണ്ടിയിട്ട് വെയിറ്റിംഗ് ആണ്. ചേട്ടനാണെങ്കിൽ പെട്ടിയും സാധനങ്ങളൊക്കെ എടുത്ത് പുറത്തേക്ക് വെക്കുകയാണ്. എന്നിട്ട് നമ്മളിങ്ങനെ കൗണ്ട് ചെയ്യണ്ടേ, കാരണം എത്ര പെട്ടിയും കൊണ്ടുവന്നിട്ട് സംഭവങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് നമ്മൾ ഒന്നുകൂടി ചെക്ക് ചെയ്യണം. വന്നത് തന്നെ തിരിച്ചും കൊണ്ട് പോകണ്ടേ. തിരിച്ചു കൊണ്ട് പോകുമ്പോൾ കുറച്ച് കൂടുതലുണ്ടായാലും കുഴപ്പമില്ല, കുറയാതിരുന്നാൽ മതി. പിന്നെന്താ ഓരോരുത്തരായിട്ട് പുറത്തുനിന്ന് ഫോട്ടോയും സംഭവങ്ങളൊക്കെ എടുക്കുകയാണ്. ഇവിടുന്ന് ടാറ്റ ബൈ ബൈ പറയാനുണ്ടേ. നമ്മൾ തിരിച്ച് ഇങ്ങോട്ടേക്ക് വരില്ല, തിരിച്ച് ടാറ്റ പറയാൻ വേണ്ടിയിട്ട് ഇങ്ങോട്ട് വരില്ല. നേരെ നമ്മൾ വീട്ടിൽ പോവാണ്. പോണ വഴി കുറച്ച് സ്ഥലങ്ങളിലൊക്കെ കയറണം. അപ്പോൾ നിഖിൽ ചേട്ടനാണെങ്കിൽ ഇവിടെ മുടിയൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞപ്പോൾ മുടിയൊക്കെ സെറ്റാക്കിക്കൊണ്ടിരിക്കുകയാണ്. മുടി ഹൈറ്റിൽ വെച്ച് നല്ല ഭംഗി ഉണ്ടാവും എന്ന് പറഞ്ഞപ്പോൾ ഹൈറ്റിൽ ഇങ്ങനെ ഹമ്പ് പോലെ വെച്ച് ഈരൊക്കെ ഇരിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് വന്നിട്ടുണ്ടെന്ന് പൂരിയും കുറുമക്കറി ആട്ടോ. അപ്പം നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള ചേട്ടൻ തന്നെയാണ്, അതായത് നമ്മൾ കൊണ്ടുപോയ ചേട്ടനൊന്നുമല്ല, പൊക്കളായിലുള്ളൊരു ചേട്ടൻ തന്നെയാണ് അവിടെ കുക്കായിട്ട് വർക്ക് ചെയ്യുന്നതും. അപ്പോൾ നമുക്കൊന്നുകൂടി സന്തോഷമായി. കാരണം നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്താണ് പൊക്കളായി എന്നുള്ള സ്ഥലം. അവിടുത്തെ ഒരു ചേട്ടൻ വന്നിട്ടാണ് ഇവിടെ അതിമനോഹരമായിട്ട് ഇവിടെ വരുന്നവർക്കൊക്കെ കുക്ക് ചെയ്ത് കൊടുക്കുന്നത് പറഞ്ഞപ്പോൾ ഭയങ്കര സന്തോഷമായി. ചേട്ടനടുത്ത് ഫാമിലി മറ്റു കാര്യങ്ങളൊക്കെ നമ്മൾ സംസാരിച്ചു. പിന്നെ റിസോർട്ട് പൊളിയാട്ടോ. ഞങ്ങൾ ചെന്നത് നല്ലൊരു ക്ലൈമറ്റായിരുന്നു. അതായത് ശരിക്കും മഞ്ഞുള്ളൊരു സമയം തന്നെയായിരുന്നു. മഞ്ഞെന്ന് പറഞ്ഞാൽ വെറും മഞ്ഞല്ല, നമ്മുടെ കൂടെ വന്ന് ഈ ചെക്കന്മാരടക്കം, അതായത് നിഖിൽ, നിതീഷ്, നമ്മുടെ ചിക്കുവിൻ്റെ അടക്കം
നെഞ്ച് കിടുങ്ങിയിട്ടുണ്ട് തണുത്തിട്ട്. കഴിഞ്ഞിട്ടുണ്ട്. പിള്ളേരെ ഫോട്ടോ സെക്ഷൻ ഒക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ഇറങ്ങാൻ നിൽക്കാണ്. ഇപ്പൊ എങ്ങനെ പോണെന്ന് വെച്ചെങ്കിൽ മറ്റേ ഗുണാക്കേവിയിൽ പോകാനുള്ള പരിപാടിയിലാണ്. അപ്പൊ നിഖിൽ ചേട്ടനാണെങ്കിൽ ഇതേ കാറിന്റെ ഉള്ളില് വൃത്തിയാക്കാൻ വേണ്ടി പോയിരിക്കുകയാണ്. ഇവിടെ ഒരാൾ ഇതേ ഫോട്ടോ സെക്ഷൻ ഒക്കെ എടുക്കുന്നുണ്ട്. വേറെ കുറച്ച് പേര് ഫോട്ടോ സെക്ഷനിലാണ്. ആദ്യം മുകളിൽ നിന്നിട്ട് ഫുഡ് കഴിക്കുകയാണ്. നമ്മുടെ പിള്ളേർക്ക് ഇവിടെ എവിടേക്കോ അയിനോ സമ്മയിലൊരു ഞങ്ങൾ വീട് പറയുകയാണോ വശത്തിക്കിടക്കല്ലേ ബോധകിടും നമ്മുടെ പെട്ടിയും പ്രോപ്പർട്ടീസ് എല്ലാതും കാറിൻ്റെ ഉള്ളിൽ കയറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ പോവാ. ആദ്യം നമ്മൾ പോണത് ഗുണാക്കേവിലേക്കാണ്. നമ്മുടെ സുഭാഷിൻ്റെ പടം കണ്ടപ്പോൾ തൊട്ട് വളരെ ആഗ്രഹമാണ്, മഞ്ഞുമൽ ബോയ്സ് കണ്ടപ്പോൾ തൊട്ട് ആ സ്ഥലം പോയി കാണുന്നൊക്കെ കേട്ടോ. അപ്പോൾ അതിന് മുന്നായിട്ട് ചെറിയൊരു ഫോട്ടോ സെക്ഷൻ നമുക്ക് എടുക്കാമെന്ന് വിചാരിച്ചു. ചേട്ടനൊക്കെ ആയിട്ട് ആ ചേട്ടനാണ് അവിടുത്തെ മേൽനോട്ടം നോക്കണേ കേട്ടോ. അപ്പോൾ എല്ലാവരുമായിട്ടൊരു ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് വെയിറ്റിംഗ് ആണ്. അപ്പോൾ ഞങ്ങൾ അതിമനോഹരമായ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. ഞങ്ങൾക്ക് എന്നും ഓർമ്മിക്കാൻ വേണ്ടിയിട്ടുള്ള ഫോട്ടോസാണ്. താങ്ക് യു സോ മച്ച്. ഗൈസ്, നമ്മൾ അങ്ങനെ ഈ വലിയ സ്വർഗരാജ്യത്തിൽ നിന്ന് പോവാണ്. അങ്ങനെ അടിച്ചു പൊളിച്ചു. പിന്നെ പോട്ടെ. ശരി 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 ശരി. ഞങ്ങൾക്ക് ടൂറൊക്കെ പോകാനായിട്ട് ഭയങ്കര ഇഷ്ടമായിട്ടാണ്. ഞങ്ങൾക്ക് എന്നല്ല, എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണെന്നറിയാം. പിള്ളേരായ പിന്നെ അതിനെക്കുറിച്ച് ചിന്തിക്കാറേ ഇല്ല. പക്ഷേ ഈ ഞങ്ങൾക്ക് പറ്റുന്ന പോലെ ഞങ്ങൾ പുറത്തേക്ക് പോകാറുണ്ട്, ഞങ്ങൾ അടിച്ചു പൊളിക്കാറുണ്ട്. ഞങ്ങളെല്ലാവരും കൂടിയിട്ടാണ് അങ്ങനെ പോകാറുള്ളത്. കാരണം ഒറ്റയ്ക്ക് പോയിട്ടുള്ളൊരു അടിച്ചുപൊളി എന്ന് പറഞ്ഞാൽ ഭയങ്കര കുറവാണ്. കാരണം അതിൽ പ്രത്യേകിച്ചൊരു എൻജോയ്മെൻറ്റ് ഞങ്ങൾ കണ്ടെത്തിയിട്ടില്ല കേട്ടോ. ഇതേ ലേക്ക് നമ്മൾ ഇന്നലെ പോയ സ്ഥലമായിട്ട്. ഇന്നലെ ഞങ്ങളിവിടെ ബോട്ടിങ്ങൊക്കെ പോയിരുന്നു. ഓരോ പ്രാവശ്യം പോകുമ്പോഴും ഓരോ സ്ഥലത്തേക്ക് പോകുമ്പോഴും ഞങ്ങൾക്കത് എന്നും ആ ഓർമ്മകൾ, അതായത് കുറേ നല്ല ഓർമ്മകൾ, കുറേ ചിരിക്കാനുള്ള സംഭവങ്ങളൊക്കെ ഇപ്പോഴും ഞങ്ങൾ പറയും. ഞങ്ങളൊരു 3-4 കൊല്ലം മുന്നാണ് വയനാട്ടിൽ പോയത്, ചിക്കുവിനെയും മാധുനൊക്കെ ആയിട്ട് തന്നെ. അന്ന് നടന്ന കോമഡികൾ ഞങ്ങൾ ഇപ്പോഴും പറയും. ഞങ്ങൾ പറയും ഇതൊരു നല്ല ട്രിപ്പായിരുന്നല്ലോ, അത് അടിപൊളിയായിരുന്നു. അന്ന് പാറു മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ അവളുണ്ടായിരുന്നെന്ന് പോലും ഞങ്ങൾക്ക് അറിയില്ല കൂടെ. കാരണം അവളായിട്ട് ഒരു ബുദ്ധിമുട്ട് ഞങ്ങൾക്ക് വരുത്തിച്ചിട്ടില്ല. കരച്ചിലോ വേഷം കെട്ടോ ഫുഡ് കഴിക്കണല്ലോ, ഞങ്ങൾ എന്ത് കഴിക്കണോ അത് അവൾക്ക് കൊടുക്കും. കുറച്ച് എരിവ് കുറവായിട്ട് എന്തെങ്കിലും വാങ്ങിക്കും, അത്രേ ഉള്ളൂ കേട്ടോ. അങ്ങനെയൊക്കെ അടിച്ചുപൊളിയായിരുന്നു. ഞങ്ങൾ ചിക്കു ഓരോ പ്രാവശ്യം വരുമ്പോൾ ഞങ്ങൾ പറയും ടൂർ പോകണം. പക്ഷെ പിള്ളേർ ഇത്രയും ആവാണ്ട് പോയിട്ടുണ്ടെങ്കിൽ സീന. കാരണം ഒരു പുറത്തെ ഫുഡ് കഴിക്കുന്ന ഒരു സ്റ്റേജിലേക്ക് നമ്മൾ കൊണ്ടുവന്നിട്ട് പോകുന്നതാണ് നല്ലത്. അല്ലെങ്കിൽ കുറുക്കും പാലും ഒക്കെ ആയിട്ട് നമുക്ക് ബുദ്ധിമുട്ടാണ് അവർക്ക് ഫുഡ് കൊടുക്കാനായിട്ടല്ലേ. അപ്പോൾ നമ്മളിപ്പോഴത്തെ ഗുണാക്കേവ് എന്ന് പറഞ്ഞിട്ട് ഒരു സ്ഥലത്ത് പാർക്ക് ചെയ്തിട്ടുണ്ട്. ഇവിടുന്ന് നടന്നു പോകണമെന്നാണ് പറയണത്. നമുക്ക് എന്തായാലും നോക്കാം. പാറസൊക്കെ ആയാലും ഭയങ്കര ഹാപ്പിയിലായിട്ടാണ്. ഞങ്ങൾ ഇവിടെ വന്നിട്ട് ഒരുപാട് നടക്കാനും സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതൊന്നും ആർക്കും ഒരു പ്രശ്നമല്ല. ഞങ്ങൾ ഇവരെയും വെച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറി എടുത്തിട്ടൊക്കെയാണ് നടന്നിരുന്നതും. അതിനിടയ്ക്ക് കുറേ നടക്കുമ്പോൾ വയ്യാണ്ടൊക്കെ തണ്ടലൊക്കെ കഴിച്ചു തുടങ്ങിയിരുന്നു. പക്ഷേങ്കിൽ അതൊക്കെ അതിൻ്റെ ഒരു ഭാഗമായിട്ട് അങ്ങോട്ട് പോവും. കാരണം എല്ലാവരും ഉള്ളപ്പോൾ അത് രസമാണ്. ഇനി വീട്ടിൽ വന്നിട്ടായിരിക്കും നമുക്ക് വയ്യായകൾ തുടങ്ങുക. അപ്പോൾ എന്തായാലും അവിടെ വണ്ടി പാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടുത്തെ ടിക്കറ്റ് സംഭവങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അതിന് താഴേക്കായിട്ട് പോയിട്ടാണ് ഗുണാക്കേവെന്ന്. നീൽച്ചായിട്ട് ഒരു പ്രാവശ്യം വന്നിട്ടുണ്ട്. പക്ഷേങ്കിൽ അവിടെ ഒരു പോയിന്റിൽ മാത്രം നിന്ന് കാണാൻ പറ്റുള്ളൂ. ഗുണാക്കേവ് എന്ന് പറയുമ്പോൾ കുറച്ചും കൂടി ഫ്രണ്ടിലേക്ക് പോകാനുണ്ടെന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ ആദ്യം ഞങ്ങൾ ചെന്ന് എന്തായാലും ഒന്ന് നോക്കട്ടെ. അപ്പോൾ ഇവിടെ ഒരു ജസ്റ്റ് ഒരു വ്യൂ പോയിന്റ് ഉണ്ടായിരുന്നു ഗുണാക്കേവിൻ്റെ. കണ്ടോന്ന് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെന്ന് അറിയില്ല. ആ സിനിമയിൽ കാണിക്കുന്ന ചെറിയ പോർഷൻ ആ കണ്ടില്ലേ, ആ 2 മലകൾ, അതാണ് ഗുണാക്കേവ്. ഇവിടെ നിന്നിട്ട് തന്നെ ഫോട്ടോ എടുത്തിട്ട് തിരിച്ചു പോകണവരുണ്ട്. അതല്ല, അവിടെ പോകണം എന്നുണ്ടെങ്കിൽ നമ്മൾ വീണ്ടും വണ്ടി എടുത്ത് കുറച്ച് ദൂരം പോകാനുണ്ട്. പിന്നെ കുറച്ച് മലകളല്ല കുറച്ച് കുന്നൊക്കെ കയറാനുണ്ട്. അപ്പോൾ നമ്മളെന്തായാലും ഇതിന് വേണ്ടി ഒരുങ്ങിക്കെട്ടി വന്നതാണ്. അപ്പോൾ വെറുതെ ഇങ്ങനെ കണ്ടുപോകുന്നതിനേക്കാളും അവിടെ ചെന്ന് കാണാൻ എന്തായാലും വിചാരിച്ചു. കാരണം ഇനിയിപ്പോൾ അടുത്ത പ്രാവശ്യം ചിക്കൊക്കെ വന്നിട്ട് വേണം. അപ്പോൾ ആ ഒരു ടൈമിൽ നമുക്ക് പോകാനും പറ്റുമെന്ന് അറിയില്ല. കാരണം നമുക്ക് വല്ല വയ്യായ സംഭവങ്ങളൊക്കെ ആയി ഇരിക്കുകയാണ്. അല്ലെങ്കിൽ ഉണ്ണികൾക്കൊന്ന് സുഖമായിട്ട് ഇരിക്കുന്ന സമയത്ത് നമുക്ക് എന്തായാലും പോകാൻ പറ്റില്ല. പോയിട്ടുണ്ടെങ്കിൽ വമ്പൻ സീനായിരിക്കും കേട്ടോ. അപ്പോൾ ഇവിടെ ഫാൻറ്റ കണ്ടു. അപ്പോൾ നിഖിൽ ചേട്ടൻ എന്നോട് പറയുന്നു ഹിതേ ഫെൻറ്റ. അപ്പം ഞാൻ പറയും ഫെൻറ്റ എന്നല്ല പറയുക, ഫാൻറ്റ എന്നാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ ഇവിടെ ഒരു ടിക്കറ്റ് കൗണ്ടർ ഉണ്ട്. അത് ജസ്റ്റ് നമ്മൾ നേരത്തെ കണ്ട വ്യൂ പോയിന്റ് താഴെ നിന്നിട്ട് ഫോട്ടോ എടുക്കാം, അത്ര ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഞങ്ങൾ എന്തായാലും അത് വേണ്ട, ശരിക്കുള്ള ഗുണാക്കേവിൽ പോവാം, അടുത്തേക്ക് പോകാമെന്ന് വിചാരിച്ചിട്ട് കുറച്ചുകൂടി ദൂരം മുന്നോട്ട് വന്നു. ഒരു സ്ഥലത്തെ വണ്ടി പാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതേ ചെറിയൊരു വെയിലൊക്കെ ചാടിക്കടന്ന് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടുത്തെ സ്ഥലങ്ങളൊക്കെ അടിപൊളിയായിട്ടാണ്, നല്ല രസമുണ്ട് കാണാനായിട്ട്. ഞാൻ വിചാരിക്കും ഇതൊക്കെ ആരാ ഇത്ര ഭംഗിയിൽ ഇത്ര വൃത്തിയായി സൂക്ഷിക്കണത്, അല്ലെങ്കിൽ ഇത് പ്രകൃതി ഒരുക്കിയ ഒരു വരദാനമാണ് ഇങ്ങനത്തെ സ്ഥലങ്ങളൊക്കെ. വേറെ ഒന്നല്ല, നമ്മുടെ വീട്ടിലൊക്കെ ഒരു ഒഴിഞ്ഞ പറമ്പ് അതൊക്കെ ഉണ്ടെങ്കിൽ കുറേ ഇലകളൊക്കെ വീണിട്ട് ഭംഗിതായി ഒരു ഭംഗിയിലാണ്ടല്ലോ കിടക്കുക. ഇവിടെ എന്ത് രസത്തിലൊക്കെ എടുക്കുന്ന എല്ലാ സ്ഥലവും.
നമ്മളങ്ങനെ സിനിമയിൽ കണ്ട സ്ഥലത്തെത്തിയിരിക്കുകയാണ്. നമ്മൾ തുടങ്ങിയിട്ടുള്ള കഥക്കില്ലേ, പക്ഷെ നൈസാട്ടാ, നല്ല പ്ലേസാ, രസമുണ്ട് കാണാനായിട്ട്. ഇത് വലിയൊരു അലമ്പൊന്നുമില്ല. ഞങ്ങൾക്ക് എന്നെ കയറാൻ പറ്റില്ല കാശ്കൂട്ടാ. ഞങ്ങൾ ആ കൊന്നൂര് കണക്കിന് കയറി വന്നപ്പോൾ ഇവിടെ സൈഡിലായിട്ട് കുറച്ച് കടകളൊക്കെ ഉണ്ടായിരുന്നുണ്ട്. അപ്പോൾ പാറക്കുട്ടൻ ഇത് കണ്ടപ്പോൾ കൊത്തി സഹിക്കാൻ പറ്റാണ്ട് ചായ വെള്ളം എന്നൊക്കെ പറഞ്ഞപ്പോൾ പാറക്കുട്ടൻ്റെ പേരും പറഞ്ഞിട്ട് ഞങ്ങൾ കയറി ചായ ഒക്കെ കുടിച്ചു. അവിടെ ഒരു ബർഗർ ഉണ്ടായിരുന്നു, അതിന് 100 രൂപ എങ്ങാണ്ടായിരുന്നെങ്കിലും പക്ഷെ അതിൻ്റെ ടേസ്റ്റ് അപാരമായിരുന്നു. വിശപ്പിൻ്റെ ആണോന്ന് അറിയില്ല, നല്ല രുചിയായിരുന്നു കേട്ടോ ഈ ഒരു ബർഗർ. ചെറിയ ചിക്കൻ പീസൊക്കെ വെച്ചിട്ട് പിന്നെ അവിടെ എല്ലാം ഉണ്ട്, ഫ്രൈഡ് റൈസ്, ചിക്കൻ ബിരിയാണി ഒക്കെ ഉണ്ട്. അപ്പോൾ ഞങ്ങൾ എന്തായാലും പോയിട്ട് വന്നിട്ട് ഫുഡ് കഴിക്കാൻ വിചാരിച്ചു. ഇതിൽ ഞങ്ങൾ പൊതുവേ ഒരു നോൺ വെജ് പ്രിയരാണ് ഞങ്ങളെല്ലാവരും. അപ്പം നോൺ വെജ് എവിടെ കണ്ടോ ഞങ്ങൾ അവിടെ വണ്ടി നിർത്തി ചവിട്ടി അതൊക്കെ ഫുഡ് കഴിച്ചിട്ട് ഞങ്ങൾ പോകാറുള്ളൂ. അപ്പോൾ ഇപ്പോൾ എന്തായാലും പോട്ടെ ഞങ്ങൾ, കാരണം ഇനിയിപ്പോൾ ഇത് കഴിഞ്ഞിട്ട് വേണം വേറെ ഏതോ സ്ഥലങ്ങൾ, എന്തോ മറ്റേ ഒരു കാട് പൈൻ കാടാ അങ്ങനത്തെ പൈൻ ഫോറസ്റ്റോ അവിടേക്ക് പറയുന്നുണ്ടായിരുന്നു, അവിടെ ഒന്ന് കയറണം. അപ്പോൾ ഇതാണ് ഗുണ കേവിൻ്റെ എൻട്രി. ഇവിടെ എന്തോ 10 രൂപ 20 രൂപ എന്തോ എൻട്രി ഉണ്ട് കേട്ടോ, പാസ് ഉണ്ട്. അപ്പോൾ ഇവിടെ ഒന്നും ഗൂഗിൾ പേ ഇല്ല കേട്ടോ, ആ കടകളിലൊന്നും ഗൂഗിൾ പേ ഉണ്ട്, പക്ഷേങ്കിൽ അത് വർക്കാവില്ല, കാരണം നമുക്ക് ഫോണിന് റേഞ്ച് ഇല്ല, പെട്ടുപോകും. അതായത് നമ്മൾ ഗൂഗിൾ പേ ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അവരുണ്ടെന്ന് പറയും, പക്ഷേങ്കിൽ ഫുഡ് കഴിച്ചിട്ട് ചെയ്യാൻ നോക്കുമ്പോഴേക്കും റേഞ്ച് ഇല്ലാണ്ട് നമുക്ക് പറ്റണ്ടേ. അങ്ങനെ ഒരു കഷ്ടപ്പെട്ടു. ചിക്കൻ്റെ കയ്യിൽ പൈസയായിട്ട് കുറച്ച് ഉണ്ടായിരുന്നു, അപ്പോൾ അതൊക്കെ കൊടുത്തിട്ടാണ് ഇപ്പോൾ ഇതേ കയറണത്. പിടിക്കുന്നത് അമ്മയെ അച്ഛനും അതുപോലെ ആന്റിമാരൊക്കെ പണം മര്യാദയ്ക്ക് കേട്ടോ. ഇവിടെ എത്തിയപ്പോൾ ശരിക്കും കണ്ണു തള്ളിയിട്ട് വേറൊന്നല്ല, ജനസാഗരമാണ്. അതായത് എന്തെന്നാ പറയണ്ടത്, നമ്മൾ അന്ന് ആ മഞ്ഞുമ്മൽ ബോയ്സ് എന്നുള്ള പടത്തിൽ കണ്ട ആ സ്ഥലത്ത് അവർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഞാൻ ആലോചിക്കുകയായിരുന്നു, ഇത്രയും തിക്കും തിരക്കുള്ള ഒരു സ്ഥലം എങ്ങനെ ഒരു ഷൂട്ടിന് വേണ്ടിയിട്ട്, അതായത് ഇക്കണ ജനങ്ങളെ മാറ്റി നിർത്തിയിട്ടുണ്ട്, അല്ലെങ്കിൽ അവർ ക്ലോസ് ചെയ്തിട്ടുണ്ടും. സ്വാഭാവികമാണ്, ഇപ്പോൾ പാർക്കിലായാലും ഇങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ ആയാലും അങ്ങനെയാണ് ചെയ്യുക, ക്ലോസ് ചെയ്തിടും അങ്ങനെയൊക്കെ. പക്ഷെ ഞാൻ ആലോചിക്കുമായിരുന്നു എന്തൊരു തിരക്കായിരുന്നു എന്നറിയോ. അതായത് നിങ്ങൾ കാണില്ല ഈ ഒരു അവസ്ഥ. അപ്പം ഇവിടുത്തെ സൗണ്ടാണെങ്കിലും ഒന്നും പറയണ്ട, സുഭാഷേ കുട്ടിയേട്ടാ. പിന്നെ ഓരോരുത്തർ പേരിനെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്, അപ്പം ആ എക്കോ ഇങ്ങനെ മുഴങ്ങിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ ഒരു കൂട്ടാൾക്കാർ, ഒരു ഗ്യാങ് ആൾക്കാർ വന്നിട്ട് ഫോട്ടോയും വീഡിയോ ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ഭയങ്കര വൈബായിട്ടിരുന്ന് ഓളെടുക്കലും പാട്ടും ഒക്കെ ആയിട്ട് ഒന്നും പറയണ്ട, ഭയങ്കര വൈബുള്ള സ്ഥലമാണ്. പ്രത്യേകിച്ച് ഫ്രണ്ട്സിൻ്റെ ഗ്രൂപ്പാണ് കൂടുതലായിട്ട് വന്നിട്ടുള്ളതെന്ന് തോന്നുന്നുണ്ട്. ഒരു ഗ്യാങ്ങൊക്കെ ആയിട്ടാട്ടം നമ്മുടെ മറ്റേ സലീംകുമാറിൻ്റെ മോനൊക്കെ ഇല്ലേ, ചന്തൊക്കെ ഇരിക്കുന്ന ഒരു മറ്റേ വേരുള്ള സ്ഥലങ്ങളൊക്കെ ഇല്ലേ, അവിടെയൊക്കെ കയറി ഇരുന്നിട്ട് അടിച്ചു പൊളിച്ച് പാട്ട് പാടാണ്, ഫോട്ടോ എടുക്കണം, വീഡിയോ എടുക്കണം. അപ്പം ഞങ്ങൾ പറയാം ഞങ്ങൾക്കും കയറിയിരിക്കണം ആ വേര് പോലത്തുള്ള ആ സ്ഥലമില്ലേ ഈ സ്ഥലങ്ങളിൽ ഇവിടെ കയറിയിരിക്കുന്നത്. പക്ഷെ അങ്ങോട്ട് കയറാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടാണ്, കുറച്ച് കുത്തനെയാണ്, നമ്മൾ വിചാരിക്കുന്ന പോലെ ഒന്നും കയറാൻ പറ്റില്ല. പിന്നെ നമ്മുടെ കയ്യിൽ പിള്ളേരില്ലേ, അപ്പോൾ അതേ ചെറിയൊരു ഗുണാക്കേവ് പോലത്തെ ഒരു സംഭവം ഇവിടെ ഉണ്ട്. അതിൻ്റെ ഗുണാക്കേവിൻ്റെ ഓരോ പാർട്ടുകളാണ്. അപ്പോൾ അതൊക്കെ എടുത്തു. എനിക്ക് പൊതുവെ ഇങ്ങനെയുള്ള സ്ഥലങ്ങൾ വരുമ്പോൾ എനിക്ക് പേടിയാണ്, ഭയങ്കര ടെൻഷനാണ്. അയ്യോ, നമ്മളിങ്ങനെ യാത്രയൊക്കെ ചെയ്ത് വരുമ്പോൾ നെഗറ്റീവ് അടിക്കുന്നതല്ല, ഭയങ്കര പേടിയാണ്. ഇവന്മാരൊക്കെ ആണെങ്കിൽ എവിടെയെങ്കിലുമൊക്കെ ചാടി കയറിയൊക്കെ പോകണാണ് ദൈവമേ. അന്ന് ആയ ഗുണകേവിൽ മറ്റേ ഇവൻ പോലെ സുഭാഷ് പോണ പോലെ വല്ല ഹോളുണ്ടായിരിക്കുമോ ചുഴി ഉണ്ടായിരിക്കുമോ എന്നൊക്കെ ഒരു ടെൻഷനാണ്. പിള്ളേരൊക്കെ ആയാലും ഇങ്ങനെ നിർത്തുമ്പോൾ ഭയങ്കര ഒരു പേടിയാണ്. പിന്നെ ഞാനധികം പേടി ഇപ്പം കാണിക്കാറില്ല. നിഖിൽ ചേട്ടനൊക്കെ എനിക്ക് ചീത്ത കേൾക്കും, പക്ഷെ നിഖിൽ ചേട്ടൻ അറിയാം എനിക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളെ കുറച്ച് പേടിയാണ്. പിന്നെ എല്ലാവരെയും കൂടെ ഞാനിങ്ങനെ ആടിപ്പാടി നിൽക്കുന്നതാണ്. പിന്നെ ഇതിൻ്റെ മുകളിലൊരു സ്ഥലം ഉണ്ടായിരുന്നു കേട്ടോ, മുകളിൽ കയറിയിട്ട് കാണുന്നത്, ഒരു വ്യൂ പോയിൻ്റ് പോലെ കാണുന്നത്. സത്യം പറഞ്ഞാൽ എനിക്ക് അവിടെ കയറാനും ചെറിയൊരു പേടിയായിരുന്നു. പിന്നെ ഞാനൊരു രസം കൊല്ലി ആവണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ ഓക്കെ പറയുന്നതാണ്. ആദ്യം കല്യാണം കഴിഞ്ഞ് വന്നിരിക്കുന്ന അവസരങ്ങളൊക്കെ എനിക്ക് എല്ലാത്തിനും പേടിയാണ്, ഓടാനും ചാടാനൊക്കെ പേടിയായിരുന്നു. പിന്നെ ഇവരെന്നെ ചീത്ത പറയുമ്പോൾ എന്ന് ആലോചിച്ചിട്ട് ഞാൻ കുറേയൊക്കെ മാറ്റി വെച്ചിട്ടോ. അപ്പോൾ അതായത് നമ്മൾ ഈ ഒരു സ്റ്റെപ്പ് കയറി ചെന്നിട്ടുണ്ടെങ്കിലും, ഞാൻ നേരത്തെ പറഞ്ഞൊരു വ്യൂ പോയിൻ്റ് ഉണ്ട്, ഒരു സ്റ്റെപ്പ് കയറിയിട്ട് ചെന്നിട്ടുണ്ടെങ്കിലും
അവിടെ ചെറിയൊരു ഹട്ട്, മുകളിലായിട്ടൊരു ഹട്ട് പോലെ ഉണ്ട്. അവിടെ നിന്ന് താഴത്തേക്ക് നോക്കുമ്പോഴാണ് മക്കളെ കാണേണ്ട കാഴ്ച. ശരിക്കും പേടിയാവും നമുക്ക്. അവിടെ നിന്നിട്ടാണെങ്കിൽ ചെക്കന്മാർ ഡാൻസാണ്, ഓരോ മറ്റേ ഇതൊക്കെ കൊണ്ടുവന്നിട്ട് സ്പീക്കറൊക്കെ കൊണ്ടുവന്നിട്ട് അതുമ്പോൾ ഇങ്ങനെ ചാടി ഈ മുകളിൽ കണ്ട ഈ സാധനം മുകളിൽ കയറുന്ന ചാടി ഡാൻസാണ്. എനിക്കാണെങ്കിൽ അതുമ്പോൾ കയറിയിട്ട് ഭയങ്കര ടെൻഷനായി. കാരണം ഇതെങ്ങാനും പൊട്ടി താഴ്ത്ത് വീഴും അങ്ങനെയൊക്കെ ഒരു പേടിയായിരുന്നു. കാരണം ഭയങ്കരമായിട്ട്, അതായത് അവിടെ കയറി നിൽക്കുന്നവർക്ക് തിരിച്ചിങ്ങോട്ട് വരാൻ പറ്റില്ല. ഇവിടെ നിറച്ച് തിക്കും തിരക്കായതുകൊണ്ട് അവരിങ്ങോട്ട് വരില്ല. ഒരു കണക്കിന് ഞങ്ങൾ അവിടെയൊക്കെ കയറി. പിന്നെ ഉണ്ണി കയ്യിലിരിക്കില്ലേ, ഉണ്ണി താഴ്ത്ത് വീഴുന്നൊക്കെ എനിക്ക് ഭയങ്കര പേടിയായിരുന്നു. ഇത് കാണാനൊക്കെ നല്ല രസമാണ്. ഇത് എന്താ പറയുക, അത് അത്രയും നല്ല രീതിയിൽ എൻജോയ് ചെയ്യുന്ന ഒരു അടിപൊളിയാണ്. എനിക്ക് ചെറിയൊരു ടെൻഷൻ ഉള്ളതുകൊണ്ട് ടെൻഷൻ തന്നെയായിരുന്നു എനിക്ക്. അങ്ങനെ എന്നാലും ഞങ്ങൾ അവിടെയൊക്കെ നിർന്ന് ഫോട്ടോ ഒക്കെ എടുത്തു വിട്ടു. അതൊക്കെ ഓരോ ഓർമ്മകളെല്ലാം വെച്ചിട്ട് ഞാൻ അല്ലൂസിനൊക്കെ നൈനൂസിനൊക്കെ മുറുക്കി പിടിച്ചിരിക്കുകയായിരുന്നു. ഞാൻ നികിരിച്ചോട് പറയുന്നു, ഉണ്ണിനൊക്കെ നന്നായിട്ട് ടൈറ്റായിട്ട് പിടിക്കുന്നുണ്ടെങ്കിൽ നമ്മളൊരു അബദ്ധം കൊണ്ട് ഒന്നും സംഭവിക്കരുത് എന്നൊക്കെ പറയുമായിരുന്നു. മീൻസ് എന്നെ പോലെ പേടികളൊക്കെ ഉള്ളവരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം കേട്ടോ. ഞാൻ ചിലപ്പോൾ ഓവറായി ചിന്തിക്കുന്നതായിരിക്കും, എന്നാലും ഒരു പേടിന് ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ പോകുമ്പോഴൊക്കെ ഒരു ടെൻഷനാണ്. പിന്നെന്താ, പിന്നെ അപ്പം അത്രയ്ക്കുള്ളൂ. ഞങ്ങൾ അവിടെയൊക്കെ കയറി. പിന്നെ വേര് പോലുള്ള സാധനങ്ങളിൽ കയറിയിരുന്ന് ഫോട്ടോ എടുക്കാമെന്ന് വിചാരിച്ചപ്പോൾ അവിടെയൊക്കെ നിറച്ച ആൾക്കാരുണ്ട്. പിന്നെ അധികം മോളിക്കായിട്ട് എന്തായാലും ഞങ്ങൾക്ക് കയറാൻ പറ്റില്ല, ഉണ്ണികളെടുത്ത് കയറാൻ പറ്റില്ല. അപ്പോൾ ഏതെങ്കിലും താഴെ ഭാഗത്തുള്ള വേരുകളിൽ ഇരുന്നിട്ട് ഫോട്ടോ എടുക്കാമെന്ന് വിചാരിച്ചു. ഇതേ കണ്ടില്ലേ, ഞങ്ങൾ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ എവിടെ ഇരിക്കാൻ പറ്റുന്നത്. അപ്പോൾ അതിൻ്റെ ഇടയിൽ നമുക്ക് ഒത്തിരി സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് കേട്ടോ. അവരൊക്കെ ഹായ് പറഞ്ഞു. ഒത്തിരി സബ്സ്ക്രൈബേഴ്സ്, ഞാൻ വെറുതെ പറയല്ല, നമ്മൾ ഈ ഒരു നാട്ടിലും നമ്മളെ അറിയാവുന്നവർ വളരെ കൂടുതലാണ്. കാരണം ഒത്തിരി പേര് മലയാളികളുണ്ട്. ഓരോരുത്തരും ചോദിക്കുകയായിരുന്നു PK കപ്പിൾസ് അല്ല, ട്വിൻസാഴ്സ് അല്ല, ഹീത്തു അല്ല, അഞ്ചു അല്ല, അല്ലൂസ് ഐനൂസ് ഒക്കെ എന്തെന്നൊക്കെ ചോദിക്കായിരുന്നു. അപ്പം നമുക്ക് ഭയങ്കര സന്തോഷമായിട്ട് അല്ല അതിന് ഇരിക്കാൻ പറ്റുന്ന ഇതിലെ കാലും മണി ഇരിക്കുന്നു. ഞങ്ങൾ അവിടെ നിന്നൊക്കെ ഇറങ്ങി. ഞങ്ങൾ ഇതുവഴി ഇരുന്നിട്ട് കയറിയിരുന്നു അങ്ങോട്ട്. ഞാൻ പറഞ്ഞില്ല, ഒരു കുന്നിൻ്റെ മുകളിൽ കൂടെയൊക്കെ കയറിയിരുന്നത്. അവിടെ വന്ന് റെസ്റ്റ് എടുത്തുകൊണ്ടിരിക്കുക കേട്ടോ. ഞങ്ങൾ സത്യം പറഞ്ഞാൽ ടയേർഡായി. ഉണ്ണികളൊക്കെ വെച്ചിട്ട് ഇതേപോലുള്ള സ്ഥലങ്ങളിലേക്ക് പോകുമ്പോഴുള്ള പ്രശ്നം അതാണ്, കാലൊക്കെ നന്നായിട്ട് കഴിച്ചു തുടങ്ങി. കാരണം ഞങ്ങൾ മാത്രമല്ലേ ഉള്ളൂ, മാറി മാറി ഞങ്ങൾ തന്നെയല്ലേ എടുക്കണത്. മൊത്തം 4 പിള്ളേരുണ്ടല്ലോ, പാറുക്കുട്ടനെയും കുഞ്ഞിക്കുട്ടിയല്ല, അവളെയും ശ്രദ്ധിക്കണ്ടേ. ഇപ്പം എന്നിട്ടാ അപ്പോൾ നിതീഷേട്ടനും ചിക്കും കൂടി പോയിട്ടുള്ളത് പിള്ളേർക്ക് എന്തെങ്കിലും വാങ്ങിച്ചു കൊടുക്കാന്നുള്ള രീതിയിലാണ് പോയിട്ടുള്ളത്. അവിടെ റൈസായിട്ട് എന്തോ ടൊമാറ്റോ റൈസൊക്കെയാണ് ഉള്ളത്. ചിക്കനായിട്ടുള്ള ഐറ്റംസ് അവിടെ നിന്ന് വാങ്ങിക്കണം വിചാരിച്ചിട്ട് എന്തോ റൈസ് പോലത്തെ സംഭവം വാങ്ങിച്ചിട്ടുണ്ട്. അവരെ കൊടുക്കുകയാണ്. പിള്ളേർക്ക് നല്ല വിശപ്പുണ്ട് കേട്ടോ, ഓടി അങ്ങോട്ട് പോകുന്നുണ്ട്. പാപ്പം കണ്ടപ്പോഴേക്കും എന്തിട്ടായാലും കഴിച്ചാൽ മതി അവർ. നമ്മളിങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്ക് വരുമ്പോഴേ ഇവരെ ഒരുപാട് സമയം ഇരുന്ന് ഭക്ഷണം കൊടുക്കാനൊന്നും പറ്റില്ല. അതായത് ഇപ്പോൾ 3-4 വായ പോയിട്ടുള്ളെങ്കിൽ അത്രയെന്ന് വെച്ചിട്ട് നമുക്ക് ഇറങ്ങേണ്ടി വരും. കാരണം നമ്മൾ വീട്ടിലിരുന്ന് കൊടുക്കണ പോലെ അല്ലല്ലോ, മറ്റുള്ള സ്ഥലങ്ങളിലേക്ക് പോകുമ്പോൾ അതിനനുസരിച്ച് നമ്മൾ കാര്യങ്ങൾ നിൽക്കണ്ടേ. അപ്പോൾ ഞാൻ വിചാരിക്കും വേഗം കഴിക്കുന്ന പിള്ളേരാണെങ്കിൽ നമുക്ക് തള്ളമാർക്ക് എത്ര സമാധാനമാണെന്നറിയോ. ഇത് ഇവനെ നോക്കി, അല്ലൂട്ടനെ നോക്കി. ഇന്ന് തന്നെ ഞങ്ങളൊരു അമ്പലത്തിൽ പോയിട്ടുണ്ടായിരുന്നു. അവിടെ നിന്ന് ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നു. ശരിക്കും 3-4 വായ കുഞ്ഞു വായ കഴിച്ചിട്ടുള്ളൂ. സമയം 2:30 ആയിട്ടാണ്. കാരണം ഞങ്ങൾ അമ്പലത്തിലൊക്കെ തൊഴുത്ത് ഇറങ്ങി വന്നപ്പോൾ അവിടെ തന്നെയായിരുന്നു അന്നദാനം ഉണ്ടായിരുന്നത്. കഴിച്ചു വന്നപ്പോൾ ആ ഒരു സമയമായി. പിന്നെ വീട്ടിലെത്തിയിട്ട് ഫുഡ് കൊടുക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവരപ്പോഴേക്കും ഉറങ്ങി, നിങ്ങൾക്ക് മനസ്സിലാവണം. അപ്പോൾ അത് ഒരു നേരത്തെ ഫുഡ് സ്കിപ്പായിപ്പോയി. വേഗം മാമുണ്ണുണ്ട്, അതായത് വായിൽ നിറച്ച് കഴിക്കില്ല. വായിൽ നിറച്ച് കഴിച്ചിട്ടുണ്ടെങ്കിൽ ഓക്കാനിക്കും. അല്ലൂസാണെങ്കിലും വായിൽ നിറച്ച് വാങ്ങിച്ച് കഴിച്ചോളും. ഒരു 5 വായും തിന്നുണ്ടെങ്കിലും ഒരു തൽക്കാലം ആശ്വാസത്തിനുള്ളത് അവൻ്റെ വയറ്റിലേക്ക് ചെന്നിട്ടുണ്ട്. പക്ഷെ അതിനും അങ്ങനെയല്ല, അതിന് ഭയങ്കര കുഞ്ഞി വായ വാങ്ങിക്കും. പക്ഷെ അവൻ ഇഷ്ടപ്പെട്ട ഫുഡ് ഇപ്പോൾ വേറെ വല്ലപ്പോൾ തിന്നുകയാണെങ്കിൽ അവൻ ഇഷ്ടപ്പെട്ടത് എന്തോ ഇപ്പം മിക്കതും മിഠായി തന്നെയായിരിക്കും. വേറെ ഒന്നും അവന് പ്രത്യേകിച്ച് ഇഷ്ടപ്പെട്ടൊന്നുമില്ല. ഫിഷും ചിക്കനൊക്കെ ഇഷ്ടമാണ് കേട്ടോ, അത് മാത്രമായിട്ട്. അതിൻ്റെ കൂടെ ചോറ് കൂടെ കൊടുത്തിട്ടുണ്ടെങ്കിൽ കഴിക്കില്ല. അതൊക്കെ വലിയ വായായിട്ട് വാങ്ങിച്ച് തിന്നും. അപ്പോൾ പിള്ളേർക്കുള്ള ഫുഡൊക്കെ കൊടുത്തു കഴിഞ്ഞു. ഒരു കുറച്ചൊക്കെ കഴിച്ചിട്ടുണ്ട്, കാശുകൂട്ടം കഴിച്ചിട്ടുണ്ട്. ഏതാണ്ട് പെട്രോൾ പമ്പിൽ കയറിയിട്ട് പെട്രോൾ അടിക്കണം. അത് കഴിഞ്ഞിട്ട് നല്ലൊരു ഹോട്ടൽ നോക്കിയിട്ടാണ് ഈ നടക്കുന്നത്. കാരണം ഈ ഒരു 3 മണി സമയമൊക്കെ ആയപ്പോഴേക്കും ഹോട്ടലിൽ കുറേ സാധനങ്ങളൊക്കെ തീർന്നു പോയത് മാത്രമല്ല, നല്ല തിരക്കുമാണ്. ഞങ്ങൾ 1-2 ഹോട്ടലിൽ നിർത്തി നോക്കി. അപ്പോൾ അവിടെ ഓരോ ടൂറിസ്റ്റ് ബസ്സും കയറിയിട്ട് ആൾക്കാർ നിറഞ്ഞിരിക്കുകയാണ്. അപ്പം നമുക്കുള്ള സ്ഥലമില്ല. അപ്പം ഞങ്ങൾ എന്ത് ചെയ്തു, വന്ന വഴി ഒരു ഹോട്ടൽ കണ്ടിട്ടുണ്ടായിരുന്നു. അത് കടന്നിട്ട് ഞങ്ങൾ ഇങ്ങോട്ട് വേറെ ഹോട്ടലിൽ അന്വേഷിച്ച് നോക്കി പോയത്. വിചാരിച്ചു ഇവിടെ കഴിഞ്ഞാൽ ചിലപ്പോൾ കിട്ടൂല, ആ കണ്ട ഹോട്ടലിൽ തന്നെ പോകാൻ വിചാരിച്ച് അങ്ങോട്ടാണ് പോയിട്ടാണ്.
ഇല്ല അവിടെ ഇരിക്കണ്ട അവിടെ ഇരിക്കണ്ട അവിടെ ഇല്ലേ വിശന്നിട്ട് പാടുണ്ടായിരുന്നില്ല. ഭയങ്കരമായിട്ട് വിശന്ന് കത്തിക്കരിഞ്ഞു അവശയായി എന്ന് പറയില്ലേ, അതേപോലെയായി. അപ്പോൾ എന്തൊക്കെ വേണ്ടതെന്ന് വെച്ചാൽ ഓർഡർ ചെയ്തോളാൻ പറഞ്ഞു. അപ്പോൾ ഞാനൊരു ബിരിയാണി പറഞ്ഞു, പിന്നെ ഇവരൊക്കെ ഫ്രൈഡ് റൈസാണ് പറഞ്ഞത്. ഞാൻ ബിരിയാണി പറഞ്ഞപ്പോൾ വിചാരിച്ചു വേണോ ഫ്രൈഡ് റൈസ് തന്നെ പറയുക, അതാകുമ്പോൾ കറിയില്ലെങ്കിലും കൂടെ കഴിക്കാമെന്ന് വിചാരിച്ചു. പിന്നെ എന്തായാലും പറഞ്ഞതല്ല അവിടെ കിടക്കട്ടെ വിചാരിച്ചു. സത്യം പറഞ്ഞാൽ ബിരിയാണി ആയിരുന്നു നല്ല ടേസ്റ്റ് ഫ്രൈഡ് റൈസിനേക്കാളും. അപ്പോൾ ഇവർ ഫ്രൈഡ് റൈസ് വാങ്ങിച്ചൊരു ചെറുതായിട്ടൊന്ന് പെട്ടു കണ്ടോ. രണ്ടാമത് ബിരിയാണിയൊക്കെ പണ്ടിട്ടാ. ഫ്രൈഡ് റൈസ് കുറച്ച് ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ കറിക്കാണെങ്കിൽ ചെറുതായിട്ടൊരു പുകമണമൊക്കെ ഉണ്ടായിരുന്നു. രണ്ടുപേരും ബിരിയാണി ആയതുകൊണ്ട് കഴിച്ചിട്ടുണ്ട് ആവശ്യത്തിന് കേട്ടോ. അതല്ലാതെ നോർമലുള്ള ഫുഡ് അത്ര ഇവർക്ക് വയറ്റിലേക്ക് എത്തുള്ളൂ. അത് കഴിഞ്ഞ് നമുക്ക് എക്സ്ട്രാ എന്തെങ്കിലും കൊടുക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് പറ്റില്ല. ഈ നോർമലുള്ള ഫുഡ് ഈ ചിക്കനും ഫിഷും മാത്രം, മീൻസ് നോർമലി ഒരാൾ കുഞ്ഞു കുട്ടികൾ കഴിക്കുന്ന ഫുഡ് ചിക്കനും ഫിഷുണ്ടെങ്കിൽ മാത്രമേ അവർ കഴിക്കുകയുള്ളൂ. അല്ലെങ്കിൽ അവർ അതും കഴിക്കില്ല. അതിനേക്കാൾ അണ്ടർ നമ്മുടെ അയനൂസ് ആണെങ്കിൽ അണ്ടർ വെയിറ്റിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്ത് ചെയ്യണമെന്ന് എനിക്കൊരു എത്തും പെടുത്തില്ല ഗൈസ്. എന്തെങ്കിലും നിങ്ങൾക്ക് അറിയാവുന്നവരുണ്ടെങ്കിൽ എൻ്റെ അടുത്ത് പറഞ്ഞു തരാം കേട്ടോ. കാരണം ഞാൻ ഈ കമൻറ്റിലൂടെ, മീൻസ് ഞാനിപ്പോൾ വോയിസ് ഓവറിലൂടെ നിങ്ങൾ പറയുന്നത്, നിങ്ങൾ ഇത് കാണുന്ന ഒരുപാട് അമ്മമാരുണ്ടായിരിക്കും ഇങ്ങനത്തെ സിറ്റുവേഷൻ ഫേസ് ചെയ്യുന്നത്. അവരാരെങ്കിലും എന്തെങ്കിലും സൂത്രമൊക്കെ ഉപയോഗിച്ച് പിള്ളേർക്ക് ഫുഡ് കൊടുക്കുന്നുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞു തരാം. അപ്പം അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് ഒരു കുൽഫിയൊക്കെ കഴിച്ച് ഞാൻ കഴിച്ചില്ല. എനിക്ക് ആ കുൽഫിയുടെ ടേസ്റ്റ് ഇഷ്ടമല്ല. ആ ഒരു സ്മെല്ലും സംഭവങ്ങളൊന്നും എനിക്ക് ഇഷ്ടമല്ല. എത്ര നേരമായി തുടങ്ങിയിട്ട് എന്നെ തല്ലിയിട്ടുണ്ട്. അവിടെ നിന്നും ഞങ്ങൾ യാത്ര തിരിച്ചു. ഇനിയിപ്പോൾ എന്തായാലും മൂന്നാറും പോണില്ല, കമ്പന്തേനിയും കാണാൻ പോണില്ല. കാരണം ഇപ്പോഴേ തന്നെ ലേറ്റായി. അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോവുകയാണെങ്കിൽ നമ്മളൊരു ദിവസം വേറെ എവിടെയെങ്കിലും സ്റ്റേ എടുക്കേണ്ടി വരും. എന്നിട്ട് പിറ്റേ ദിവസം അങ്ങോട്ട് പോകാൻ പറ്റുള്ളൂ. അത് കഴിഞ്ഞ് തിരിച്ച് നാളെ വൈകുന്നേരമൊക്കെ ആകുമ്പോഴേക്ക് വീട്ടിലെത്തുമ്പോൾ പറ്റുള്ളൂ. അപ്പോൾ എന്തായാലും ഈ ഒരു ട്രിപ്പ് നല്ല ഗംഭീരമായിട്ട് അടിച്ചു പൊളിച്ചിട്ടുണ്ട്. നമുക്ക് വൈൻഡപ്പ് ചെയ്യാൻ വിചാരിച്ചു. പോണ വഴി ഇതേപോലെ കുറേ കടകളൊക്കെ കണ്ടു. അപ്പോൾ അവിടെ നിന്ന് ഇറുമ്പാമ്പഴം എന്താ പറഞ്ഞിട്ട് പഴം അഞ്ചിന് വേണമെന്ന് പറഞ്ഞിട്ട് അത് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ക്യാരറ്റ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചു. ഇനി വീട്ടിലേക്ക് ആവശ്യമുള്ള കുറച്ച് ചോക്ലേറ്റ് ഒക്കെ വാങ്ങിക്കണം. മാളിൽ നമ്മുടെ അവിടെ പാക്കറ്റിലേക്ക് വരുന്ന സാധനത്തിന് ഭയങ്കര പൈസ. നല്ല ഞാനും അതിന് ബാക്കിലിരിക്കാനുണ്ട്. അപ്പം ഇവരുടെ കയ്യിൽ ഒരു ക്യാരറ്റ് കൊടുത്തിട്ടുണ്ട്. ക്യാരറ്റ് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം തലങ്ങമലങ്ങൊക്കെ ആയിട്ട് കടിച്ചിരുന്നോളും. പിന്നെന്താ, അപ്പം നമ്മൾ ട്രിപ്പ് ഏകദേശം ഇവിടെ പര്യവസാനിച്ചിരിക്കുന്നു. ഞാനും പാറൂസിനും ബാക്കിലിരിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. കാരണം അവർക്ക് എടുക്കാൻ പറ്റി. അതുകൊണ്ട് അപ്പം വേറൊരു കുറച്ച് ഫ്രൂട്ട്സ് ഉള്ളൊരു കടയിലെത്തിയിട്ടാണ്. അപ്പോൾ അവിടെയാണെങ്കിൽ കുറേ പലതരത്തിലുള്ള അവിടുത്തെ കുറച്ച് സ്പെഷ്യലായിട്ടുള്ള ഐറ്റംസും സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ വെളുത്തുള്ളി ഒന്നുകൂടെ കെട്ടി തൂക്കിയിട്ടിരിക്കുന്നത്. ഇവിടെ ഒരു പാഷൻ ഫ്രൂട്ട് ഉണ്ട്. ഇവിടുത്തെ പാഷൻ ഫ്രൂട്ട് അത് ഞങ്ങൾ ഫസ്റ്റ് മൂന്നാറിൽ പോയപ്പോൾ വാങ്ങിച്ചപ്പോൾ ഓരോരുത്തരും 10 രൂപ എന്നുള്ള രീതിക്ക് 100 രൂപയ്ക്ക് 10 തന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇപ്പം കിലോയ്ക്ക് 400 എത്രങ്ങാണ്ട് രൂപയാണ്. അതായത് ഒരെണ്ണത്തിന് 40 അങ്ങനെ ഇത്രയും കണ്ടായിരുന്നു പൈസ. സത്യം പറഞ്ഞാൽ കിടുങ്ങിപ്പോയി. കാരണം ഓരോ കൊല്ലം ചെല്ലും തോറും അതിൻ്റെ പൈസ കൂടി വരികയാണ്. പക്ഷെ നല്ല ടേസ്റ്റിന് കിട്ടുക. അധികം പുളിയില്ലാണ്ട് അതിൻ്റെ ഫ്ലഷ് വരുന്നത് ഒരു വെളുത്തിട്ടാണ് പാഷൻ ഫ്രൂട്ട്. നമ്മുടെ ഇവിടെ പാഷൻ ഫ്രൂട്ട് അവിടുത്തെ വേറെ മഞ്ഞ കളറൊക്കെ ആയിട്ട്. അവിടുന്ന് ഫ്രൂട്ട്സ് കടയിൽ നിന്നൊന്നും വാങ്ങിക്കാനൊന്നും നിന്നില്ല. ഞങ്ങൾ നേരെ ഇവിടെ എത്തി. ചോക്ലേറ്റ് കടയിൽ നിന്ന് കുറച്ച് ചോക്ലേറ്റ്സൊക്കെ വാങ്ങിക്കാമെന്ന് വിചാരിച്ചു. കാരണം വീട്ടിലേക്ക് പോകുമ്പോൾ കൊണ്ടുപോകാനായിട്ട്. ഇത് മിക്കതും നമ്മുടെ പണിക്കാട്ടിൻ്റെ ഫ്രിഡ്ജിൽ തന്നെ ഇരിക്കും. പിള്ളേർക്ക് തിന്നാനുള്ളത് തന്നെയായിട്ട്. എനിക്കിഷ്ടമല്ല കേട്ടോ ചോക്ലേറ്റ്സ്. വലിയ പവറിന് പറയുന്നതല്ല, ഞാനിപ്പോൾ അതൊക്കെ ഭയങ്കര കുറച്ചതല്ല, മധുരം താല്പര്യമില്ലായതോട് കൂടിയിട്ട് അതും എന്താ പറയുക, അതും ഞാൻ ഒഴിവാക്കി. എപ്പോഴെങ്കിലുമൊക്കെ ഒരു കൊതി വരുമ്പോൾ ഫ്രിഡ്ജിൽ നിന്ന് ഒരു കഷ്ണം കാണാൻ എപ്പോഴെങ്കിലും വളരെ വളരെ അപൂർവമായിട്ട്. എനിക്ക് വാലന്റൈൻസ് ഡേക്ക് നിഖിൽ ചേട്ടൻ ഒരു വലിയൊരു അരിമിലിക്കിൻ്റെ പാക്ക് വാങ്ങിച്ചത് ചെയ്തിട്ട് അത് ഞാൻ നേരെ അഞ്ചുൻ്റെ കയ്യിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് ഠിം എന്ന് പറഞ്ഞ് വാനിച്ചായി. ഞങ്ങളിപ്പോൾ ഒരു ചായക്കടയിൽ കയറിയിരിക്കുകയാണ്. വരണ വഴി ഞാൻ 2-3 പ്രാവശ്യം ഛർദ്ദിക്കൊക്കെ ചെയ്തു. അപ്പോൾ ഒരു ചായക്കടയ്ക്ക് നോക്കിയിട്ട് ചായ ഒക്കെ കുടിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ കരിക്കുണ്ട്. അപ്പോൾ എന്നോട് ചായ കുടിക്കേണ്ട, കരി കുടിച്ചോളം പറഞ്ഞു. ആ കരിക്കാണെങ്കിൽ ആകെ 2 ഉണ്ടായിരുന്നുള്ളൂ. ഒരെണ്ണം അപ്പൻ ശരിക്കും
ബാക്കിയുള്ള കരിക്ക് വെട്ടി തന്നു. ഒരെണ്ണം അപ്പാപ്പൻ്റെ വീട്ടിൽ വീണൊരു തേങ്ങ എടുത്ത് വെട്ടി തന്നിട്ട സത്യമായിട്ടും. അങ്ങനെ പിന്നെ ചിക്കു ആ കടയിൽ നിന്ന് എന്തൊക്കെയോ വാങ്ങിച്ചിട്ടുണ്ട്. ആൾക്കാരെ പറ്റിക്കുന്ന കുറേ മിഠായികളൊക്കെ, ഒന്നും പറയണ്ട. ഹാൻഡ്സ് വെക്കണ പറയണോ? പട്ടി കടിച്ചു വെച്ചാൽ ഞാൻ വേറെ ഒന്നും കൊണ്ടല്ല എക്സ്പ്രഷൻ ഇട്ടത്. സത്യം പറഞ്ഞാൽ അതിനുള്ളിൽ ഒന്നുമില്ല, വെറുതെ ഒരു കമ്പ്, അതിനുള്ളിൽ കുറച്ച് മധുരം, എന്തിൻ്റെ ഒരു മധുരം, അത്രേ ഉള്ളൂ. അത് ഭയങ്കര വലിയ പാക്കറ്റിലൊക്കെ ആയിട്ട് പൊതിഞ്ഞു. എൻ്റെ മുന്നേ പട്ടീനൊക്കെ ഉണ്ടാവും. ഞങ്ങൾ സത്യം പറഞ്ഞാൽ പേടിച്ചു പോയി. അതായത് ആ ചായക്കടക്കാരെ പട്ടിയാന്ന് തോന്നുന്നുണ്ട്. ഞങ്ങൾ പോണ വരെ ഞങ്ങൾ ബാക്കിൽ തന്നെയായിരുന്നു. ആ കടയിൽ നിന്ന് എന്തെങ്കിലും അടിച്ചു മാറ്റി കൊണ്ടുപോകണ്ടോ നോക്കാനായിരിക്കും. ഒന്നും പറയണ്ട. ഇപ്പോൾ നമ്മൾ പഴനീരടുത്തെത്താറായിട്ടുണ്ട്. പഴനി ഇത്ര മനോഹരമാണെന്ന് ഞങ്ങളിപ്പോഴാണ് അറിഞ്ഞത്. പഴനീർ ഉള്ളിൽ കാണുന്നേക്കാളും മനോഹരമാണ് പഴനിയെ പുറത്ത് നിന്ന് കാണാനായിട്ട്. നല്ല രസമായിട്ട്, നല്ല വ്യൂ ആണ്. എന്ത് ഭംഗിയാണ് കാണാനായിട്ട്. ഞങ്ങൾക്ക് കാറിൽ നിന്ന് കണ്ടപ്പോൾ ഇത്ര അടുത്താണോ പഴനി എന്ന് വിചാരിച്ചു. ഇത് പഴനി, അതിൻ്റെ അപ്പുറത്ത് തന്നെയായിട്ട് വേറൊരു മലയുണ്ട്. അതും ദൈവം തന്നെയാണ് അവിടെ ഇരിക്കുന്നത്. ഏതൊരു ഭഗവാനാണ് അവിടെ ഇരിക്കുന്നത്. അവിടെയും കയറി തൊഴുന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതേ അല്ലുകുട്ടൻ ഇരിക്കുന്നത് പഴനിയുടെ തൊട്ട് മുന്നിലാണ്. എങ്ങനെയുണ്ട് കാണാനായിട്ട്? വ്യൂ നല്ലതായിരുന്നു കേട്ടോ. ഞങ്ങൾ പോകുന്ന വഴിയും കൊടൈക്കനാലിലേക്ക് പോകുമ്പോഴും ഈ ഒരു സമയമായപ്പോൾ തന്നെയായിരുന്നു ഇവിടെ എത്തിയത്, പഴനിയുടെ ഇവിടെ എത്തിയത്. അപ്പോൾ കാണാനായിട്ട് നിറച്ച് ലൈറ്റൊക്കെ ഇട്ടിട്ട് അടിപൊളിയായിരുന്നു. ഇപ്പോൾ ഇവിടെ നിർത്തിയിട്ടുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തട്ടുകടയിൽ കയറിയിട്ട് പിള്ളേർക്ക് എന്തെങ്കിലും ദോശയും സംഭവങ്ങളൊക്കെ വാങ്ങിക്കാനായിരുന്നു. പിള്ളേരുടെ പേരും പറഞ്ഞ് വലിയവർക്ക് തിന്നാനായിട്ടായിരുന്നു. അപ്പോൾ ദോശയും പിന്നെ എന്താ ഒരു ഓംപ്ലേറ്റ്, നല്ല കുരുമുളക് പൊടിയൊക്കെ ഇട്ടിട്ടുള്ള ഓംപ്ലേറ്റ് ഒരു വാങ്ങിച്ചിട്ടുണ്ട്. ഓരോ വായ വെച്ച് ഞങ്ങൾക്ക് കിട്ടി. പിള്ളേർ കുറച്ചീശൊക്കെ കഴിച്ചുള്ളൂ ദോശ. എന്തായാലും മെയിനായിട്ട് എന്തായാലും ഫുഡ് അടിക്കാനായിട്ട് എവിടെന്നെങ്കിലും കയറണം. ഇപ്പം നിങ്ങൾ വിചാരിക്കും നിങ്ങൾക്ക് ഫുഡ് അടി മാത്രമേ ഉള്ളൂ എന്ന്. അതെ, നിങ്ങൾക്ക് ഫുഡ് അടി മാത്രമേ ഉള്ളൂ. എനിക്ക് ഫുഡ് അടി ഞാൻ ഭയങ്കരമായിട്ട് കഴിക്കുന്നില്ല, പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് നോണൊക്കെ കഴിക്കാനായിട്ട്. ഈ 1-2 വായ കഴിക്കുമ്പോൾ തന്നെ എനിക്ക് തൃപ്തിയാവും. എൻ്റെ കൊതിയൊക്കെ മാറും, എൻ്റെ പൂതി മാറും. മനസ്സിലായോ? എനിക്ക് ചുമ്മാ ഒരു എന്താ പറയുക, വലിയൊരു പവർ പറയാനുള്ളൂ ഫുഡ് അടിക്കണം എന്ന്. കഴിക്കൽ വളരെ കുറവാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട് കഴിക്കാനായിട്ട്, പക്ഷെ പറ്റണില്ല. എൻ്റെ കുടലൊക്കെ കരിഞ്ഞുണങ്ങിയിരിക്കുകയാണ്. കുറച്ച് ഫുഡ് അതൊക്കെ പോകണുള്ളൂ. അപ്പോൾ ഇവിടെ കയറിയിട്ട് കൊത്തു പൊറോട്ടയും ഞാനെന്തോ ബീഫ് ദോശയെ അങ്ങനെ എന്തെങ്കിലൊക്കെയാണ് പറഞ്ഞത്. എല്ലാം കൊള്ളായിരുന്നു, കുഴപ്പമുണ്ടായിരുന്നില്ല. ഭയങ്കര വാവമായിരുന്നില്ലെങ്കിൽ നൈസായിരുന്നു. കാരണം ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ടേസ്റ്റുകളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾക്ക് ആ ഒരു സമയത്ത് കിട്ടിയതുകൊണ്ട് പിന്നെ പറയണ്ട, ഹോട്ടൽ ഒന്നും നല്ല ഫുഡ് ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞങ്ങൾ നോക്കി വന്നപ്പോഴാണ് ഈ ഒരു കടയിൽ അത്യാവശ്യം തിരക്കൊക്കെ ഉണ്ടായിരുന്നത്. ടൂറിസ്റ്റുകളൊക്കെ നിർത്തിയിട്ട് ബസ്സൊക്കെ നിർത്തിയിട്ട് കഴിക്കുന്നുണ്ട്. അപ്പോൾ ഇവരെന്തോ ചിക്കൻ്റെ കൊത്തു പൊറോട്ട അങ്ങാണ് പറഞ്ഞിരുന്നത്. അവരത് കഴിച്ചു. ഞാൻ മാത്രമാണ് വെറൈറ്റി ആയിട്ട് ബീഫ് ദോശ പറഞ്ഞത് കേട്ടോ. പിന്നെ ചിക്കൻ ഉള്ളിപ്പൊടി അതിട്ടൊക്കെ കഴിച്ചത് അന്നറിയില്ല. എന്നിട്ട് ഞങ്ങളുടെ നേരെ യാത്ര ചെയ്ത് കഷ്ടിച്ച് നമ്മുടെ വീട്ടിലേക്ക് 1 മണിക്കൂറുള്ളൂ. നമ്മുടെ ടൂർ ഇവിടെ കഴിയാൻ പോവാണ് ഗൈസ്. വളരെ 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 സങ്കടമുണ്ട്. 2 ദിവസം എങ്ങനെ ആ 1 മണിക്കൂറുകൾ എവിടെ പോയെന്ന് ഞങ്ങൾക്ക് തന്നെ അറിയില്ല. എല്ലാം അങ്ങനെയാണല്ലേ, നമ്മളിങ്ങനെ നല്ല യാത്രകളൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ ഭയങ്കര വിഷമമായിരിക്കും. അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെട്ടിടത്ത് പോയിട്ട് തിരിച്ചു വരുമ്പോൾ പക്ഷെ അത് കാരണം ആ ഒരു യാത്രയ്ക്ക് വേണ്ടി നമ്മൾ കുറേ മുന്നൊരുക്കങ്ങളൊക്കെ നടത്തും. കുറേ ദിവസത്തെ സ്വപ്നങ്ങളായിരിക്കും ആ ദിവസം വന്നെത്താൻ വേണ്ടിയിട്ട്. പക്ഷെ പെട്ടെന്നത് കല്യാണമൊക്കെ പറയില്ലേ, നമ്മൾ കല്യാണം ആവാൻ വേണ്ടിയിട്ട് നമ്മൾ കാത്തിരിക്കും, കുറേ എന്താ പറയുക സാധനങ്ങൾ വാങ്ങിക്കും. പക്ഷെ ആ ഒരു ദിവസം എന്ന് പറയുന്നത് പെട്ടെന്ന് അങ്ങോട്ട് പോവും. അങ്ങനെയാണ് ചില കാര്യങ്ങൾ. നമ്മുടെ കൊടൈക്കനാൽ ട്രിപ്പ് ഇവിടെ അവസാനിക്കാട്ടോ. ഒത്തിരി പേര് റിക്വസ്റ്റാണ് ഈ വീഡിയോ എവിടെയും ചോദിച്ചിട്ട്. ഒത്തിരി വീഡിയോസ് ഉള്ളതുകൊണ്ട് തന്നെ ലാപ്പിലായിരുന്നു മൊത്തം ഉണ്ടായിരുന്നത്. അത് കയറ്റിയിട്ട് എഡിറ്റ് ചെയ്തിട്ടാണ് നിങ്ങളുടെ മുന്നിലേക്ക് നമ്മളിത് ഇട്ട് തരുന്നത്. വളരെ സന്തോഷത്തോടു കൂടിയിട്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ വീഡിയോ ഇടുന്നത്. അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു.